മാരുതി ഈക്കോ വാഹനം ആണ് ഇത് സ്ഫോടനത്തിൽപ്പെട്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പക്ഷേ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ബോംബെ അതുപോലുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ ജാഗ്രതാ നിർദ്ദേശവും പരിശോധനയും എല്ലാം നൽകിയെങ്കിലും ഇതിൽ തീവ്രവാദ ബന്ധമില്ല എന്ന് പറയുന്നു. 8 പേർ മരിച്ചതായി LNJP ആശുപത്രി സ്ഥിരീകരിക്കുന്നു. 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന കാര്യവും പുറത്തു വരികയാണ്. 15 പേരെയാണ് ഈ LNJP ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ പെട്ടെന്നൊരു ഒരു പ്രതികരണം നടത്തേണ്ട എന്ന ഒരു നിലപാടാണ്. ഇതിൻ്റെ പല വശങ്ങൾ പരിശോധിച്ചതിന് ശേഷം നടത്തിയാൽ മതി എന്നൊരു നിലപാടാണ്. ടു ഏർലി ടു സേ എനിത്തിങ് എന്നാണ് അവിടുത്തെ CRPFൻ്റെ DIG കിഷോർ പ്രസാദ് പറയുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ടു ഏർലി ടു സേ, ഇത് വളരെ ഇത്രയും പെട്ടെന്ന് പറയാനാകില്ല, അത് മുഴുവനായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് പറയാനാകൂ. അതോടൊപ്പം തന്നെ മറ്റു പലയിടങ്ങളിൽ ഇങ്ങനെ ഇവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായ സാഹചര്യത്തിൽ പല DGPമാർ, ലോ ആൻഡ് ഓർഡർ DGPമാരും ADGPമാരും എല്ലാം അവരവരുടെ സംസ്ഥാനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഉത്തർപ്രദേശ് ADGP ലോ ആൻഡ് ഓർഡർ അമിതാഭ് യാഷ് അവിടെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് പെട്ടെന്ന് നിർദ്ദേശം നൽകി. ഫയർ ആൻഡ് സേഫ്റ്റി എല്ലായിടത്തും തയ്യാറായി. ഡൽഹിയിൽ ഡെപ്യൂട്ടി ചീഫ് ഫയർ ഓഫീസർ AK മാലിക് ന്യൂസ് 18 സംസാരിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് അവിടെ ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ തീപിടുത്തത്തെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ വന്നു. 7:29 ഈ അഗ്നിബാധ പൂർണ്ണമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് 7 മണിയോടുകൂടി അടുപ്പിച്ചായിരിക്കണം ഈ സ്ഫോടനം ഉണ്ടാവുക. അപ്പോൾ 7:29 അവിടെ എത്തി പൂർണ്ണമായി അഗ്നിബാധ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഈ സ്ഫോടനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആളുകൾക്ക് കാര്യമായി പരിക്കേറ്റതും ചിലരുടെ ശരീരാവശിഷ്ടങ്ങളൊക്കെ തെറിച്ചുപോയതും ആണ് അവിടെ വലിയ തോതിലുള്ള ഒരു പരിഭ്രാന്തി പരത്തുന്നതിന് കാരണമാക്കിയത്. ഡൽഹി പോലീസ് കുറേ കൂടി പരിശോധനകൾക്ക് ശേഷം ഫോറൻസിക്കിൻ്റെയും മറ്റ് ഏജൻസികളുടെയും ഒക്കെ പരിശോധനയ്ക്ക് ശേഷം ഔദ്യോഗികമായി പ്രതികരിക്കാം എന്ന ഒരു നിലപാടാണ് വെച്ചിരിക്കുന്നത്. ഇത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ടാക്സി ആണോ ഇതെന്നുള്ള കാര്യത്തിലും ഒരു സംശയം വന്നിട്ടുണ്ട്. CNGയിൽ ഓടുന്ന വാഹനമാണ് എന്നത് അനൗദ്യോഗികമായിട്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. അതായത് ടാക്സി വാഹനം അവിടെ നിന്ന് യാത്രക്കാരെയും കയറ്റി മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയവും ഇപ്പോഴുണ്ടല്ലോ. അതിന് പിന്നിൽ പോയിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന ദൃക്സാക്ഷി പറയുന്നുണ്ടായിരുന്നു ആ വാഹനത്തിൽ 4 or 5 ആളുകൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ആദ്യം പറഞ്ഞ കാര്യവും CNG വാഹനം പൊട്ടിത്തെറിച്ചതാകാം എന്നുള്ളൊരു സംശയമായിരുന്നുവല്ലോ. അതിലേക്കും വരുന്നുണ്ടല്ലേ കാര്യങ്ങൾ, അതിലേക്ക് തന്നെ വരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഏതാണ്ട് ഈ CNG എൻജിൻ പൊട്ടിത്തെറിച്ചതാണ് എന്നതാണ് ഇപ്പോഴുള്ള ഒരു പെട്ടെന്നുള്ള ഒരു അനുമാനം. പക്ഷേ ഏതായാലും ഒരു ചാൻസ് എടുക്കേണ്ട എന്ന അർത്ഥത്തിലാണ് പരിസര സംസ്ഥാനങ്ങളിലെ DGPമാരോടെല്ലാം ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം നൽകിയത്. അപ്പോൾ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ അവിടെ എത്തിയിട്ടുണ്ട്. അവരിത് പരിശോധിക്കുന്നു. ആദ്യ ഒരു പരിശോധനയിൽ എന്തായാലും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിമോട്ട് കൺട്രോൾ ആക്സസുള്ള എന്തെങ്കിലും സാധനം വെച്ച് പൊട്ടിച്ചതാണെന്നുള്ള ഒരു ഇതിൽ എത്താൻ കഴിയുന്നില്ല. പക്ഷേ പരിസരത്തുള്ള ആളുകളിലൊക്കെ തന്നെ തറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, വളരെ ഉഗ്ര സ്ഫോടനമാണ് അവിടെ നടന്നത്. വലിയ ശബ്ദം ഉണ്ടായി. അത് സാക്ഷികൾ പറയുന്നുണ്ട് ബോംബ് സ്ഫോടനം പോലെ തന്നെയാണ്. ഉഗ്ര സ്ഫോടനമായിരുന്നു, വലിയ ശബ്ദമായിരുന്നു, ബോംബ് സ്ഫോടനം എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതെ, പല ആളുകളും हम तो अब आए जब से 1 घंटा हो गया, इस बात को 1.5 घंटा करीब पर बच गए ऊपर वाले की कृपा से जो भी है. बाकी कितने लोग मरे हैं ये नहीं पता चला अभी. बहुत तकड़ा बम बताया तो सिलेंडर जितनी तक आवाज़ नहीं आएगी, बम ही फटा आई. हाँ जी हाँ पक्का. कितनी गाड़ियों में लगभग यहाँ 8-10 गाड़ियों में नुकसान हुआ है. जल नहीं रही पूरी, वो तो चोट भी लगी है, मरे भी हैं. देखो क्या है, अब पुलिस की रिपोर्ट क्या आती है सुबह तक. दमकल की गाड़ी तो 4-5 आ गई, पुलिस वाले एम्बुलेंस तो कम से कम 25-30 आ गई. और कितने समय में यहाँ पर 1.5 घंटा हो गया. हमें मेरी गाड़ी अभी वहीं खड़ी हुई है, पहले नंबर पे खड़ी हुई है. आपको कोई अपना जानने वाला आपके साथ आप अकेले थे यहाँ पर? 2 जने थे हम. हाँ जी हेलो.
ബോംബ് സ്ഫോടനമാണ് എന്ന് തറപ്പിച്ചു പറയുകയാണ് ദൃക്സാക്ഷികൾ. കാരണം അവരൊരു ശബ്ദം അത്ര ഭീകരമായൊരു ശബ്ദം എന്നുള്ള രീതിയിലാണ്, അത് സിലിണ്ടറിന്റെ പൊട്ടിത്തെറിയോട് സാമ്യമുള്ളതല്ല, അത് ബോംബ് തന്നെയാണ് എന്നുള്ള ഉഗ്രശേഷിയുള്ള ബോംബ് എന്ന രീതിയിൽ തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് അല്പം മുമ്പ് സംസാരിച്ചയാൾ പറയുന്നത്. എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നറിയില്ല എന്നുള്ള രീതിയിൽ കൂടി പറയുകയാണ്. രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസമായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചത്. മനു, ഈ രീതിയിലാണല്ലോ ദൃക്സാക്ഷികളുടെ പ്രതികരണം. ആ ശബ്ദത്തിന്റെ തീവ്രതയും ഇതെല്ലാം കൊണ്ടാണ് അവർ ബോംബ് തന്നെയാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള രീതിയിൽ പ്രതികരണം വരുന്നത്. അതെ, ദൃക്സാക്ഷികൾ എല്ലാവരും പറയുന്നത് അവർ ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിൽ തന്നെ പറയുന്നു, വലിയ സ്ഫോടനം നടന്നു, ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, തങ്ങൾ മരിച്ചു പോകുമെന്ന് പലരും ആ ഒരു ജീവ ഭയം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന എല്ലാവരും പറയുന്നു. അപ്പോൾ കെട്ടിടം ഇളകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലരുടെ ശരീരം റോട്ടിലേക്ക്, പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ തന്നെ NSG ഏറ്റവും ഒടുവിൽ എനിക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു NSG കമാൻഡോസിൻ്റെ ഒരു സംഘം ഈ കൗണ്ടർ ടെററിസം ഫോഴ്സ് അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു. NSG കമാൻഡോസും അവിടെ എത്തും. ആളുകളിൽ വലിയ തോതിലുള്ള ഒരു പരിഭ്രാന്തിയുണ്ട്. കാരണം ഒരു ജാം പാക്ഡ് ആയിട്ടുള്ള അത്രയും തിരക്ക് പിടിച്ച ഒരു റോട്ടിലാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അത് ഈ റെഡ് ഫോർട്ടിന് സമീപത്ത് ഉള്ള ഈ ഒരു കാൽനട യാത്രക്കാർക്കായുള്ളൊരു സ്ട്രെച്ചുണ്ട് ചാന്ദിനി ചൗക്കിന് സമീപത്തായിട്ട്, അതിനെതിർവശത്തായിട്ടാണ് ഈ സ്ഫോടനം നടന്നത്. അപ്പോൾ ആളുകളെല്ലാം പെട്ടെന്ന് കടയടയ്ക്കുകയും വാഹനങ്ങളെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡുകൾ ജാം പാക്ഡായി. നേരത്തെയും ഓൾറെഡി ഈ സമയം നമുക്കറിയാലോ, ഡൽഹിയിൽ ചാന്ദിനി ചൗക്കിൽ ഏറ്റവും തിരക്കുള്ളൊരു സമയമാണ്. ആളുകൾ ഒരു വലിയ ക്യൂവിലും മറ്റുമൊക്കെയായി നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്നാണ് പെട്ടെന്ന് फ्रंट शीशा निकल के सामने की गाड़ियों में गया और मैं उड़ गया एकदम, मेरा सीट बेल्ट भी हो गया एकदम, और मेरे यहाँ पे अभी कमर में दर्द है मुझे, और ये नहीं पता कैसे हुआ, ऐसा लगा जैसे गाड़ी फट गई। तो ब्लास्ट ऑफ कौन सी गाड़ी थी ये नहीं पता हमें, आगे नहीं दिखी, गाड़ियाँ चलती हुई दिखी, आदमी मरे हुए पड़े। कितने लोग सवार थे ये नहीं देखा सर, उसमें सवार नहीं देख पाया, मैं बस में था। मौके पे किसी की मौत वगैरह हुई थी? सामने मौत पड़ी थी सर, एक मेरी गाड़ी के बगल में एक डेड बॉडी पड़ी थी, उसमें शायद हाथ पैर भी नहीं थे उसके। कितनी भीड़ थी उस टाइम पे? उस टाइम बहुत भीड़ थी सर, सब लोग आगे भागे फिर रहे हैं। आगे गाड़ियों में आग लगी थी, दो गाड़ियों में लगभग आग लगी होगी, मुझे तो नहीं लगा, मुझे लग रहा सर 5-6 गाड़ियों में आग एकदम लगी। कितनी देर बाद उसके यहाँ पर जी कितनी देर बाद यहाँ पर पुलिस पहुंची? रात पुलिस तो तुरंत आ गई है, पुलिस ने तुरंत यहाँ से हम लोगों को यहाँ से हटाया, क्योंकि वहाँ आग जल रही थी गाड़ियों में, उन्होंने सुरक्षित करवाया, यहाँ से सबको हटा दिया, लोगों को सब दूर करा पुलिस ने। फिर उसके बाद अब आए हम लोग यहाँ पे, यहाँ आने नहीं दिया था, DTC वालों ने आए, जब आगे यहाँ पे परमिशन मिली। कितने नंबर की रूट? मेरे 348 की बस नंबर है, रूट नंबर। कितने लोग सवार थे बस में आप? बस में हमारे 2-3 लेडीज थी। सभी सुरक्षित है? सभी सुरक्षित है, उनका कुछ नहीं हुआ, बस मेरी गाड़ी का सिस्टम डैमेज हुआ, शीशा डैमेज हुआ, मेरे यहाँ कमर में चोट है, बहुत दर्द हो रहा। सवारी को तो कोई चोट नहीं है? नहीं, सवारी को कोई, कंडक्टर है मेरा